ലഹരിക്കെതിരെ നിർണായക നീക്കവുമായി കേരള സർവകലാശാല. കേരള സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടണമെങ്കിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം നൽകണമെന്നാണ് നിർദ്ദേശം. എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലും സൗഹൃദ ക്ലബ്ബുകൾ സ്ഥാപിക്കുമെന്നും ലഹരി വിരുദ്ധ ക്യാമ്പസുകൾക്ക് അവാർഡ് നൽകുമെന്നും സർവകലാശാല അറിയിച്ചിരിക്കുന്നു. വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം സ്വീകരിക്കുകയാണ് കേരള സർവകലാശാല. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തൻ, പല കാര്യങ്ങളിലും മുൻപിലാണ് രാജ്യത്ത് തന്നെ കേരള സർവകലാശാല. അതിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം, അത് ഏറ്റവും ഉചിതമായ സമയത്ത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിലൂടെ സംഭവിക്കുന്നത്. എങ്ങനെയാണ് സത്യവാങ്മൂലം എഴുതി നൽകേണ്ടത്? എങ്ങനെയായിരിക്കും അടുത്ത അധ്യയന വർഷം മുതലായിരിക്കുമോ ഈ ഒരു നടപടിക്രമങ്ങൾ തുടങ്ങുക? അക്ഷയ, സംസ്ഥാനം ലഹരി മാഫിയക്കെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ്. പോലീസും എക്സൈസും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളുമായി ചേർന്ന് ഒരു മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള സർവകലാശാല ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത്. ഇന്ന് ചേർന്ന സെനറ്റ് യോഗത്തിലാണ് കേരള സർവകലാശാലയുടെ കീഴിലുള്ള ക്യാമ്പസുകളിൽ ലഹരി പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഈ അഫിലിയേറ്റഡ് കോളേജുകളിൽ, കേരള സർവകലാശാലയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികൾ താൻ ലഹരി ഉപയോഗിക്കുന്നില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല എന്നുള്ള സത്യവാങ്മൂലം എഴുതി നൽകണം എന്നുള്ളത് നിർബന്ധമാക്കാനാണ് സെനറ്റ് യോഗത്തിലെ തീരുമാനം. ഡിഗ്രി, PG ഗവേഷണ കോഴ്സുകൾക്ക് ചേരുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ സത്യവാങ്മൂലം നൽകേണ്ടത്. അതുകൂടാതെ സ്നേഹ ക്ലബ്ബുകൾ, സൗഹൃദ ക്ലബ്ബുകൾ എല്ലാ ക്യാമ്പസുകളിലും രൂപീകരിക്കാനും സെനറ്റ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ലഹരി വിമുക്ത ക്യാമ്പസുകൾ, അതായത് ലഹരിക്കെതിരെ പോരാടുന്നതിൽ മുൻപിൽ എത്തുന്ന അല്ലെങ്കിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന ക്യാമ്പസുകൾക്ക് ലഹരി വിമുക്ത അവാർഡുകൾ നൽകാനുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ സെനറ്റ് യോഗം എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് വിവിധ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിന് തടയിടാൻ പോലീസും എക്സൈസും ഒക്കെ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ക്യാമ്പസിനുള്ളിൽ അത് എത്തുന്നത് വലിയ വിപത്താണ്. അതിനെ നേരിടാൻ നമ്മുടെ ഇത്തരം ഏജൻസികൾക്കൊക്കെ ബുദ്ധിമുട്ട് ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയുടെ ഈ നീക്കം സ്വാഗതാർഹമെന്ന് തന്നെ പറയാം. അതിൻ്റെ അടുത്ത അക്കാദമിക് ഇയർ മുതൽ ഈ സംവിധാനങ്ങളൊക്കെ നിലവിൽ വരികയും ചെയ്യും. അക്ഷയ. ശരി.